അമ്മയെ ചതിച്ചു. ആ പാറുമായി കൊടിയും വടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസമായിട്ട് സ്വൈര്യമായിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എവിടെ? ഇത് റോഡ് കൂടി വരുന്നേ ഉള്ളൂ. മോളെ ശൈലജേ, ആ സ്ത്രീയുടെ പെരുമാറ്റത്തിൽ ദേഷ്യമൊന്നും തോന്നണ്ട കേട്ടോ. വല്ലതും പറഞ്ഞാൽ തന്നെ കേൾക്കാത്ത മട്ടിലങ്ങ് നിന്നാ മതി. ഏത് സ്ത്രീ അമ്മ? പാറുമായി. അച്ഛന്റെ വകയിൽ ഒരു ബന്ധുവാണെന്നാ അവര് പറയുന്നേ. എന്റെ അറിവിൽ ഒരു ബന്ധവുമില്ല. ആരുമില്ല ഇവിടെ. എല്ലാവരും നാട് വിട്ടു പോയോ? ആരിവിടെ കാണാനില്ലല്ലോ. ദേവി, ആ നിങ്ങളെല്ലാവരും അടുക്കള കയറി ഒളിച്ചിരിക്കുക. എന്നാലും എന്നോട് ഈ കൊലച്ചത് വേണ്ടാരും ദേവകി. കുട്ടീഷ്ണന്റെ മോന്റെ കല്യാണം നാട്ടുകാർ പറഞ്ഞിട്ട് ഞാൻ അറിയണം അല്ലേ? എല്ലാം പെട്ടെന്നായിരുന്ന. ഒരൊറ്റ അക്ഷരം നീ മിണ്ടി പോവരുത്. എടി, പോത്തു പാർത്ത 2 ആമക്കളില്ലേ നിനക്ക്? അവർക്ക് എന്റെ വീട് വരെ ഒന്ന് വന്നൂടെ? പോട്ടെ, വിവരത്തിനൊരു കത്തയച്ചൂടെ? എന്റെ കുട്ടീഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലതും സംഭവിക്കോ? വെറുതെ അല്ലടി, നിന്റെ ഒക്കെ അഹങ്കാരം കൊണ്ടാ ദൈവം അവനെ നേരത്തെ അങ്ങോട്ട് വിളിച്ചത്. വിളിച്ചെങ്കിൽ അമ്മയ്ക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഞാനൂള് പത്തിയെടുക്കണ. നീ ആരോടാണ്ടി സംസാരിക്കുന്നത്? നീ ഒന്നും മിണ്ടണ്ട. അച്ഛനെ പറ്റി പറഞ്ഞ പിന്നെ വലിയ അച്ഛൻ സ്നേഹി. നിന്റെ അച്ഛനാവുന്നതിന് മുമ്പേ അവനെന്റെ കുട്ടീഷ്ണ. അറിയോ നിനക്ക്? എന്താ നിന്റെ പേര്? ശൈലജ. മോഹൻ എന്നെ പറ്റി പറഞ്ഞു കാണും അല്ലേ? പാറുമായി. പറഞ്ഞു. എന്തു പറഞ്ഞു? ചേച്ചിക്ക് പോണ്ടേ? ചിരിച്ചു മൈക്ക് നീ അവനെ വല വീശി പിടിച്ചു അല്ലടി? ഇത് വല്ലാത്തൊരു ശല്യമല്ലോ. ഈ പെണ്ണും. മോള് പോയി കുളിക്കാൻ നോക്ക് പോ. ഓ, രാജകുമാരി ഇവിടെ ഉണ്ടായിരുന്നോ? അമ്മായിയെ കല്യാണത്തിന് ക്ഷണിക്കുന്നു. നീ എന്തിടി സുമാരനോട് പറയാഞ്ഞേ? അയ്യോ, ഞാൻ പറഞ്ഞു. അപ്പൊ സുഖമായിട്ടും പറഞ്ഞു അമ്മായി നമ്മുടെ ആരുമല്ല വിളിക്കണ്ടെന്ന്. അവൻ അങ്ങനെ പറഞ്ഞു? ദേ, ഞാൻ അവനെ ശപിച്ചാലുണ്ടല്ലോ ഒരു കാലത്ത് അവൻ ഗുണം പഠിക്കില്ല. അടുക്കള എന്തൊക്കെയുണ്ടീ? അയ്യോ, മീനൊന്നും വാങ്ങിച്ചില്ലേ? ഇല്ല. ഇച്ചിരി മീൻചാറില്ലാതെ എങ്ങനെ ചോറുന്ന? ഞങ്ങൾക്ക് ആർക്കും മീൻ ഇഷ്ടല്ല. എനിക്കിഷ്ട. ദേ, നിങ്ങൾ പിള്ളേരെ ആരെങ്കിലും പറഞ്ഞയച്ചു കുറച്ച് മീൻ മേടിപ്പിക്കും. എന്ത് മീനായാലും ശരി. എനിക്ക് കുറച്ച് ദിവസമായിട്ട് നടുവിനൊരു വേദന. ഇച്ചിരി നടന്നാ മതി, അപ്പ കിടക്കണം. ഞാനൊന്ന് മന്നിക്കട്ടെ. ചോറാകുമ്പോ വിളിക്കണേ. എന്റെ ശീലം നിങ്ങക്ക് അറിയാലോ. വിശന്നാ പിന്നെ വയറ്റിന്നൊരു കാളിച്ച. എന്റെ ദേവി, ഇനി കുറച്ചു ദിവസത്തേക്ക് പുകില് തന്നെ. നീ എന്തിനാ വയസ്സവരുടെ തറുതല പറയാൻ നിൽക്കുന്നേ? ചെന്നിരുന്നല്ലോ പഠിക്കാൻ നോക്ക്. ഈ കൊല്ലെങ്കിലും പാസ്സാവണം. ഓടി. ശൈലജ, ആ സാരി നന്നായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ സുഖേട്ടന് ഇഷ്ടമായില്ല. പുള്ളിക്ക് ഇപ്പോഴത്തെ ഫാഷനെ പറ്റി വല്ലതും അറിയോ? സുഖേട്ടൻ പറയാ സാരി വെറും തല്ലിപ്പുള്ളിയാണെന്ന്. സുഖേട്ടനെ ഞാൻ ഒത്തിരി ചീത്ത പറഞ്ഞു. ആരെങ്കിലും സ്നേഹമായിട്ട് എന്തെങ്കിലും തന്നാ നമ്മളെ കുറ്റം പറയാൻ പാടുണ്ടോ? ചോറാവാൻ വൈകി ഇത്തിരി ചായ ഇങ്ങോട്ട് എടുത്തോ. ഓ, തൊള്ള തുടങ്ങി. അയ്യേ, ചാളയാ? വേറെ നല്ല മീനൊന്നും കിട്ടിയില്ലേ ദേവി? മഴയല്ലേ? ഉള്ളതാവട്ടെ. ചായ കുടിച്ചപ്പോ എന്റെ ഉറക്കം അങ്ങോട്ട് പോയി. പിന്നെ ദേവകി, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. അല്ലെങ്കിൽ പുതിയ പെണ്ണ് എന്നെ പറ്റി എന്ത് വിചാരിക്കും? എന്ത് ശ്രീധനം കിട്ടി? ഒന്നും വാങ്ങിച്ചില്ല. അയ്യേ, മുഴുവൻ സ്വർണ്ണായിരിക്കും അല്ലേ? എത്ര പവൻ കിട്ടി? ഞാൻ അന്വേഷിച്ചില്ല. അത് കള. പെണ്ണിന് ജോലി ഉണ്ടല്ലേ? തരക്കേടില്ല കേട്ടോ. മൂത്തോന്റെ ഭാര്യയെക്കാൾ എന്തുകൊണ്ട് കൊള്ളാം. മക്കളുടെ ഭാര്യമാരെ തരംതിരിക്കുന്ന ഏർപ്പാടൊന്നും എനിക്കില്ല. ഞാൻ നേര് പറഞ്ഞതാ. ആ കുട്ടിക്ക് എന്താ തോന്നുന്നു? വന്നിട്ട് വിശേഷങ്ങളൊന്നും ചോദിച്ചില്ല. ദേവകി, മീൻ വാങ്ങിട്ട് വെച്ചോളൂട്ടാ. മോഹന് തെറ്റ് പറ്റിയിട്ടില്ല. ഞാൻ അവൾമാരെയൊക്കെ വഴക്ക് പറയാനായിട്ട് കുട്ടി പേടിച്ചു പോയല്ലേ? എന്റെ സ്വഭാവം അങ്ങനെയാ. നിന്റെ മോഹനുണ്ടല്ലോ, അവനെന്റെ മുമ്പിൽ നിൽക്കില്ല. പാറുമായി ഒന്ന് തറപ്പിച്ച് നോക്കിയാ മതി. നിന്ന നിലയിൽ അവൻ മൂത്രമൊഴിക്കും. പക്ഷെ ഒക്കെ സ്നേഹമുള്ള വർഗ. മോഹനെ ഈ തോളിലിട്ട് വളർത്തിയതാ പാറുമായി. അറിയോ നിനക്ക്? കുട്ടി, ഐശ്വര്യമായിട്ടൊരു 50 രൂപയുടെ അടുത്ത് അമ്മായിക്ക് മുറുക്കാൻ വാങ്ങാനാ. ചില്ലറ ഉണ്ടോന്നറിയില്ല. കാണും. അമ്മായി ആദ്യമായിട്ട് ഈ വീട്ടിൽ വന്നിട്ട് ഒന്നും തന്നില്ലല്ലോ എന്നുള്ള വിഷമം കുട്ടിക്കും വേണ്ട. അതുകൊണ്ടാ. ഇതേ ഉള്ളൂ. 100ന്റെ അല്ലേ?
സാരില്ല, അമ്മായി ചില്ലറ മാറ്റിക്കോളാം. നന്നായി വരും. മോഹന് അറിയണ്ട. ഓ, എന്തൊരു വിനയം, എന്തൊരു ഐശ്വര്യം. കുട്ടി, മോഹന്റെ ഭാര്യയ്ക്ക് മാസപ്പടി എന്ത് കിട്ടും? നീ ഇത് കണ്ട, ഇക്കാലം വരെ ഒരു 5 രൂപ ഇത് അമ്മായി മുറുക്കാൻ മേടിക്കുന്നു പറഞ്ഞ് നീ എനിക്ക് തന്നിട്ടുണ്ട്. അമ്മായി ആദ്യമായിട്ട് ഈ വീട്ടിൽ വരുന്നതല്ലേ, ഇത് ഇരിക്കട്ടെ എന്നും പറഞ്ഞ ആ കുട്ടി ഇത് വെച്ച് നീട്ടിയപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്ന കുട്ടികളായി എങ്ങനെ ഇരിക്കും? അല്ലാതെ സുഖേട്ടനോട് ചോദിക്കാതെ ഒരു 5 പൈസ പോലും ഞാൻ ചെലവാക്കാറില്ല. ശൈലജ 100 രൂപ കൊടുത്ത കാര്യവും പറഞ്ഞ് ആ തള്ള എന്നെ കൊച്ചാക്കാൻ വരിക. അവര് ചോദിച്ചപ്പോ ചില്ലറ ഉണ്ടായിരുന്നില്ല. ശൈലജ ശമ്പളക്കാരി ആയതുകൊണ്ട് ഇതിനൊന്നും മോഹനന്റെ സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലേ? അതുകൊണ്ടല്ല, ഇങ്ങനെ കാശ് കൊടുത്ത് സൽപ്പേരുണ്ടാക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അമ്മേ, ഇതെപ്പ അവതരിച്ചു? നല്ല കീറുകീറുകയാണല്ലേ? എന്നാൽ എന്റെ മോഹനൻ നിന്റെ വേണ്ട കല്യാണം. വേണ്ട, കൂടുതൽ പുന്നാരൊന്നും വേണ്ട. ഇവരിവിടെ കയറ്റി സൽക്കരിക്കേണ്ട കാര്യമില്ല, അമ്മയോട് പറഞ്ഞിട്ടില്ലേ? എന്നാ അമ്മയ്ക്കുള്ള എണ്ണ. നാട്ടിലുള്ള മുഴുവൻ നുണകളുടെയും കെട്ടഴിക്കാൻ പുറപ്പെട്ടതായിരിക്കും. കാര്യമൊക്കെ കൊള്ളാൻ നേരം വിളിക്കുമ്പോ സ്ഥലം വിട്ടോളാം. അമ്മ ഉണ്ടായിരുന്നേ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇതെന്താ ഇനിയും ചോറോ? മതി മതി, അത്രയ്ക്ക് മതി. എന്തോന്നാ മോനെ ഇത്? അമ്മയ്ക്ക് പരദോഷത്തിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാ അടുത്തിരുന്ന് ഊട്ടി കൊടുക്ക്. ശരിജെ, കുളിക്കാൻ വെള്ളം ചൂടാക്ക്. നേരം വിളിക്കുമ്പോ സ്ഥലം വിടില്ലേ? മോളെ, ഉച്ചയിലത്തെ മീൻ കൂട്ടാന്റെ ചാറങ്ങൾ ഇച്ചിരി എടുത്ത്. ഏയ് പൊക്കോളില്ലെന്ന്. ഓ, ആ മോഹന് ഭയങ്കര പേടിയാ. ചെറുപ്പത്തിൽ എന്തോ പറഞ്ഞതിന് മോഹൻ ഒരു കല്ലെടുത്ത് അമ്മായിയുടെ തലയ്ക്കൊരു ഏറെറിഞ്ഞു. അതിനുശേഷം മോഹനോട് മാത്രം കളിയില്ല. ചിലപ്പോ പാവവും തോന്നും, പക്ഷെ മനുഷ്യരെ തമ്മിലടുപ്പിക്കുന്ന സ്വഭാവം ഉണ്ടേ, അതാ കുഴപ്പം. മോണിച്ചിരി മീൻചാരെടുത്തോട്. ആ എടുത്ത സാധനങ്ങളൊക്കെ മാറ്റി വെക്കി. ഇത് വേണ്ട പറഞ്ഞു. ആ മുളക് 1/2 കിലോ, മുളക് 1/2 കിലോ, മല്ലികാല്, മല്ലികാല്, പരിപ്പ് 1/2 കിലോ, പരിപ്പ് 1/2 കിലോ. 3 കൂട്ടോളോ? 24 30. അവിടെ എന്താ വേണ്ടത്? ആൾക്കാരെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തരുത്. ഞാൻ പോവുക. കുമാരന്റെ മോളെ ചോറൂണ ഇന്ന്. ആഹാ, സ്വന്തം പേരക്കുട്ടിയുടെ ചോറൂണായിട്ടാണ് ഇവിടെ കിടന്ന് കിടക്കുന്നത്. മോഹനെ പതുക്കെ, അമ്മായിക്ക് കുറച്ച് പുകല് തന്നെ, ഞാൻ ഉടനെ പൊക്കോളാം. ഉത്തമേട്ടാ, ഓ ഒരു 2 കണ്ണി പോലെഞ്ഞെടുത്ത്. ഒരു 5-6 കണ്ണി ഇരുന്നോട്ടെ മോഹന്. ഇപ്പൊ മതി, സ്ഥലമിട്. അപ്പൊ അമ്മായി അടുത്ത ആഴ്ചയിൽ വരാം. ഇനി അടുത്ത കാലത്തൊന്നും ഈ ഏരിയ കണ്ടുപോരുത്. എളേച്ചന്റെ ഭാര്യയുടെ അങ്ങളാ കുട്ടീഷിന്റെ മോനാ. മോളെ, അതി തൊടണ്ട കേട്ടോ. തൊടല്ലേ? മോളോടല്ലേ ഞാൻ പറഞ്ഞത് നീ തുടരുതെന്ന്. ഷോക്ക് അടിക്കും, മാറിക്കും. ഇതിലെങ്ങനെയാ സിനിമ വരിക? സിനിമയൊന്നും ഇപ്പൊ വരൂല. എന്തിനടിയായി തൊട്ടത്? ചോദിച്ചത്? അയ്യോ ചേച്ചി, നിന്റെ അച്ഛൻ വാങ്ങിച്ചോന്നല്ലോ ആശ്രയരം. അത് മോള് വല്ലയിടത്തും പിടിച്ച് ഷോക്ക് അടിച്ചാലോ എന്ന് പേടിച്ചിട്ട് നീ തൊട്ടാ നിന്റെ കൈ ഞാൻ വെട്ടു നോക്കിയോ. കുട്ടികൾ തൊടുന്നുള്ള പേടിണ്ടെങ്കിൽ ഈ പണ്ടാരൊക്കെ സ്വന്തം മുറി എടുത്തു വെച്ചാ പോരെ. എന്തിനാ മോള് കരയുന്നേ? തല്ലിയോ? ഡീ കൊരഞ്ഞാലുണ്ടല്ലോ, പാടി ഇവിടെ. എന്താ ചേച്ചി? അത് ദിവ്യമോള് വീശിയേറി തൊട്ടപ്പോ ഷോക്ക് അടിക്കുമെന്ന് കരുതി വേണ്ടാന്ന് പറഞ്ഞു. അതിന് കാഞ്ചന കൊച്ചിനെ തല്ലി എന്തിനാ? ചേച്ചിക്ക് എന്തോ പെട്ടെന്ന് ദേഷ്യം വന്നു. ദേഷ്യം വന്നതേ കാരണം ഉണ്ടായിട്ടാ. എന്റെ മോക്ക് VCR വാങ്ങിക്കാനുള്ള സ്ഥിതിയൊന്നും ഞങ്ങൾക്കില്ല. നീ എന്തിനാണ് കൊച്ചിനെ തല്ലിയേ? വല്ലവരുടെ VCR തൊട്ടാ പിന്നെ തല്ലണ്ടേ? വല്ലവരുടെ വീശിയാറോ? അതേ തൊടണ്ടെന്ന് ശൈലജ പറഞ്ഞത് അത്ര വലിയ കുറ്റമായി പോയോ?
ഇല്ല, കുറ്റം മുഴുവൻ എന്റെയാ. എനിക്ക് ജോലിയില്ലല്ലോ, പഠിപ്പും പത്രാസും ഇല്ലല്ലോ. കുറച്ചു ദിവസമായി ഞാൻ എല്ലാരും ശ്രദ്ധിക്കുക. എന്നെ അമ്മയുടെ ഒരു മോൻ കെട്ടിക്കൊണ്ട് വന്നതാ. ശൈലജ വന്നേ പിന്നെ എന്നെയും മോളെ ആർക്കും വേണ്ട. അതിന് മാത്രം ഇവിടെ എന്തുണ്ടായെന്നാ ഞാൻ ചോദിക്കുന്നത്. ഒരേ പന്തിയിൽ 2 തരം ഊണ് വിളമ്പുന്നത് ശരിയല്ലമ്മേ. ഇവളോട് എന്താ പറയാ? ആരെവിടെ ഇപ്പൊ ഒരു പന്തി 2 തരം ഊണ് വിളമ്പിയത്? അവളെ മോളെ ആർക്കും വേണ്ട അത്രേ. കഷ്ടം. ചേച്ചിക്ക് എന്നോട് എന്തോ ദേഷ്യമുണ്ട്. ചേച്ചേ, മോള് പോവാൻ നോക്ക്. ചെല്ല്. ചേച്ചി, കുറച്ച് മട്ടനാ. എന്താ ചേച്ചി കാലത്തിന് ഒരു പോച്ചല്? അവളൊരു മണ്ടൂസ ചേച്ചി. ഓ, അപ്പോ അവളത് നിന്റെ അടുത്ത് എത്തിച്ചു അല്ലേ? ഏയ്, ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു. മുഖത്തൊരു വാട്ടം കണ്ടപ്പോ കാരണം ചോദിച്ചു. ഞാൻ നിർബന്ധിച്ചപ്പോ പറഞ്ഞെന്നുള്ളൂ. എന്നാലും വിവരം പറഞ്ഞല്ലോ. മോഹൻ അറിയോ ഈ വീട്ടിൽ എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു? ഞാൻ സുഖേട്ടനോട് ഒന്നും പറയാറില്ലല്ലോ. ഈ കാതി കൂടെ കേട്ട് ഈ കാതി കൂടെ വിടും. നമ്മളെ തമ്മിൽ അടുപ്പിക്കാനാ ശൈലജയ്ക്ക് ആഗ്രഹം. എന്താ ചേച്ചി ഇത്? ഞാൻ പറഞ്ഞിട്ടില്ല അവള് ഒരു മണ്ടൂസും പാവമാണെന്ന്. എനിക്കും അങ്ങനെ തോന്നിയിട്ടില്ല. ഇന്നാളെ ഒരു ദിവസം സുഖേട്ടൻ ഓഫീസിൽ നിന്ന് വരുമ്പോ അവൾ ആ നടുവിലത്തെ മുറിയിലിരുന്ന് കാലും കയറ്റി വെച്ചിട്ട് മാഗസിൻ വായിക്കുക. എന്നാ സുഖേട്ടനെ കണ്ടിട്ടൊന്ന് അനങ്ങ. ശൈലജയോ? ആ, എന്നാ അവള് തീർച്ചയായിട്ടും സുഖേട്ടനെ കണ്ടു കാണില്ല. അപ്പൊ ഞാൻ നുണ പറയണമെന്നല്ലേ? മോന, അവക്ക് എന്നെയോ സുഖേട്ടനെയോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം അവക്ക് ജോലിയുണ്ട്. നിന്റെ ഭാര്യ നീ ന്യായീകരിക്കില്ലുള്ളൂ. എന്നാലേ അത് അവൾ അപ്പൊ തന്നെ ഭർത്താവിന്റെ കാതിൽ എത്തിച്ചു. എത്തിക്കാൻ മാത്രം അതിനൂടെ ഒന്നും ഉണ്ടായില്ലോ ചേച്ചി. ഉണ്ടായില്ലേ പിന്നെ നീ എന്തിനാ എന്റെ മേക്കിട്ട് കയറാൻ വന്നത്? എന്റെ മോക്ക് ഞാൻ 2 അടി കൊടുത്തു. അവളുടെ അച്ഛനും അമ്മയും VCR വാങ്ങാൻ കഴിവില്ലാത്തവരാണെന്ന് അവള് മനസ്സിലാക്കട്ടെ. എന്തൊക്കെയാ പറയുന്നത്? മോന, എന്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ 3 പെമ്മക്കളാ. 3 പേരെയും കെട്ടിച്ചു വിട്ടപ്പോ സ്ഥിതി മോശമായി. ഞങ്ങള് പണമില്ലാത്തവരാണെന്ന് നീ നിന്റെ ഭാര്യയോട് പറഞ്ഞു കാണും. അതുകൊണ്ട് അവക്ക് ഞങ്ങൾ തീരെ വിലയില്ലാത്തത്. കൊച്ചുകുട്ടിയല്ലേ, അവക്ക് എന്തറിയാം? ഇനിയും ചിലപ്പോ ശൈലജയുടെ VCR തൊട്ടെന്നിരിക്കും. ഇപ്പൊ ഇത്രയും മാത്രമേ സംഭവിച്ചുള്ളൂ. നാളെ എന്റെ മോളെ അവള് തല്ലുന്നത് ഞാൻ കാണേണ്ടി വരും. കല്യാണത്തിന് മുമ്പ് എന്റെ മുഖത്ത് നേരെ നോക്കിയിട്ടില്ല മോന്. അവനാ ഇന്ന് എന്നോട് വഴക്കിന് വന്നത്. അവന്റെ എച്ചിൽ പാത്രം വരെ കഴിയിട്ടുള്ളവളല്ലേ ഞാൻ. അത് അവൻ ഓർത്തോ? അവള് പണക്കാരി ആയതുകൊണ്ട് അമ്മ അവളുടെ ഭാഗത്താ. എന്ത് ചെയ്യാം? ഞാനൊരു പാവ സ്കൂൾ മാഷിന്റെ മോളായി പോയില്ലേ. കാഞ്ചനെ, നീ ഒന്ന് കരയാതിരിക്കെ. എന്റെ വിഷമം മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ. ഞാൻ ഈ നരകത്തിൽ തന്നെ കഴിഞ്ഞോളാം. പക്ഷെ എന്നെ എന്റെ കുഞ്ഞിനെ ദ്രോഹിക്കരുതെന്ന് ഇവിടെ ഉള്ളവരോട് സുഖേട്ടനൊന്ന് പറയണം. അത്രേ വേണ്ടു.